Now, what had already become a regional war has widened further. Smoke rose from a port in Egypt after drone strikes on 2 natural gas vessels, one of them. 10 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച യുദ്ധം ഇപ്പോൾ 5 മാസങ്ങൾക്ക് ശേഷവും അതേ നിലയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ തീരുന്നു എന്നുള്ളതാണ്. അതേസമയം അമേരിക്കക്കാണെങ്കിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് നടത്താൻ ഈ ബേസുകളിൽ നിന്ന് മാത്രമേ സാധ്യമാവുള്ളൂ. പശ്ചിമേഷ്യയിലെ ബേസുകളിൽ നിന്ന് മാത്രമേ സാധ്യമാവുള്ളൂ. ആ ബേസുകളെല്ലാം ഏതാണ്ട് ഇറാൻ തകർത്തു കഴിഞ്ഞു. ട്രംപിനെ സഹായിക്കാൻ രാഷ്ട്രങ്ങൾ ആരുമില്ല എന്നു മാത്രമല്ല, ട്രംപിൻ്റെ ഉപദേശക വൃന്ദത്തിൽ തന്നെ ശക്തമായ എതിർപ്പ് ഈ യുദ്ധം തുടരുന്നതിന് ഉണ്ട്. 2026 ഫെബ്രുവരി 28 ഇറാനും യു എസും തമ്മിലുള്ള ആണവ കരാർ 3ാം ഘട്ട ചർച്ച തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപ് ആണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇസ്രായേലും യു എസും ചേർന്ന് ഇറാനിൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനിയെയും ഇറാൻ്റെ ടോപ്പ് ബ്രാസായിട്ടുള്ള എല്ലാ ഭരണത്തലവന്മാരെയും വധിക്കുകയും ചെയ്തു. ഇത് ഒരു തരത്തിലും ഒരു രാജ്യത്തിനും പൊറുക്കാൻ പറ്റാത്ത നടപടിയാണ്. കാരണം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇറാൻ്റെ നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുകയും ഇറാൻ്റെ എല്ലാ ഭരണാധികാരികളെയും കൊന്നൊടുക്കുകയും ചെയ്തു. അന്ന് ആരംഭിച്ച ഈ യുദ്ധം അമേരിക്ക ധരിച്ചത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ അവർ ചെയ്തതുപോലെ ആ രാജ്യത്തെ തകർത്ത് അവിടുത്തെ എണ്ണയെല്ലാം നമ്മുടെ കൈവശം വരുത്താൻ സാധിക്കും എന്നാണ്. അതുതന്നെയാണ് ഇറാഖിലും, അതുതന്നെയാണ് സിറിയയിലും, അതുതന്നെയാണ് മറ്റു പല രാജ്യങ്ങളിലും അമേരിക്ക പരീക്ഷിച്ചത്. പക്ഷേ അമേരിക്കയുടെ കണക്കുകൂട്ടലെല്ലാം പാളിപ്പോയി. 10 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച യുദ്ധം ഇപ്പോൾ 5 മാസങ്ങൾക്ക് ശേഷവും അതേ നിലയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ തീരുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ മധ്യദൂര മിസൈലുകളും അതുപോലുള്ള മറ്റ് ഡ്രോൺ കളക്ഷൻസും എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. F-15 വിമാനങ്ങൾ ഇറാൻ തകർത്തുകൊണ്ടേയിരിക്കുന്നു. ജോർദനിലും അതുപോലെ തന്നെ കുവൈറ്റിലും ഉള്ള താവളങ്ങളെല്ലാം തന്നെ തകർന്നു കഴിഞ്ഞു. അങ്ങനെ പശ്ചിമേഷ്യയിൽ അമേരിക്കക്ക് വലിയ തോതിലുള്ള സൈനിക നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ട്രംപിൻ്റെ ഉപദേശകന്മാരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോടൊക്കെ കയർത്തുകൊണ്ടിരിക്കുകയാണ്, ഏതാണ്ട് സമനില നഷ്ടപ്പെട്ടതുപോലെ. പക്ഷേ അതിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിയന്ത്രിതമായ യുദ്ധമാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. അതേസമയം അമേരിക്കക്കാണെങ്കിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് നടത്താൻ ഈ ബേസുകളിൽ നിന്ന് മാത്രമേ സാധ്യമാവുള്ളൂ. പശ്ചിമേഷ്യയിലെ ബേസുകളിൽ നിന്ന് മാത്രമേ സാധ്യമാവുള്ളൂ. ആ ബേസുകളെല്ലാം ഏതാണ്ട് ഇറാൻ തകർത്തു കഴിഞ്ഞു. പിന്നെ യുദ്ധത്തിന് ധാരാളം ആളുകളെ കൂട്ടിന് വിളിച്ചു. ആ വിളിച്ച ആളുകൾ ആരും തന്നെ ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ സൗദി അറേബ്യ ആണ് ഇപ്പോൾ ഇറാഖിൽ ഉള്ള ഇറാൻ അനുകൂല താവളങ്ങളിൽ ബോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സഹായിക്കുന്നത്. അതേസമയം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയാണെങ്കിൽ ഇപ്പോൾ ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് നേരെ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ട് പശ്ചിമേഷ്യയിലെ ഇപ്പോൾ യു എയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഉള്ള സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കാതിരുന്ന ഇറാൻ ഈ പശ്ചാത്തലത്തിൽ സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ പത്രവാർത്തകൾ പ്രകാരം 17ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 100 കണക്കിന് സൈനികർക്ക് വലിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാകട്ടെ ഇപ്പോൾ ഭൂരിപക്ഷം ജനങ്ങളും ഈ യുദ്ധത്തിനെതിരാണ്. അമേരിക്കൻ കോൺഗ്രസ് ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സായി കഴിഞ്ഞു. അപ്പോൾ ട്രംപിന് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതേസമയം തന്നെ ഈ യുദ്ധത്തിലേക്ക് ട്രംപിനെ കൊണ്ടുവന്ന് എത്തിച്ച നെതന്യാഹു ആവട്ടെ ഇപ്പോൾ രംഗത്തെവിടെയും കാണാനുമില്ല. ഇസ്രായേൽ ഇപ്പോൾ ഇറാനോട് യുദ്ധം ചെയ്യുന്നില്ല. പകരം ഗാസയിലും അതുപോലെ തന്നെ പലസ്തീനിലുമുള്ള
സ്ഥലങ്ങൾ കയ്യേറാനാണ് ഇപ്പോൾ നെതന്യാഹു ഇരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ലോകത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ് ട്രംപ്. നെതന്യാഹുവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ യുദ്ധത്തിനിറങ്ങി. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപിനെ സഹായിക്കാൻ രാഷ്ട്രങ്ങൾ ആരുമില്ല എന്നു മാത്രമല്ല, ട്രംപിൻ്റെ ഉപദേശക വൃന്ദത്തിൽ തന്നെ ശക്തമായ എതിർപ്പ് ഈ യുദ്ധം തുടരുന്നതിന് ഉണ്ട്. പക്ഷേ അതേസമയം ഇറാൻ അമേരിക്കൻ ഉപരോധങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് അവരുടെ സിവിലിയൻ സംഭവങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരൊരു തരത്തിലും തന്നെ ഈ അമേരിക്കയുടെ തീർപ്പുകൾക്ക് ഇനി വഴങ്ങാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത്തരത്തിൽ വഴങ്ങുന്നതിനേക്കാൾ അവർക്ക് യുദ്ധം ചെയ്ത് സർവനാശം സംഭവിക്കുന്നതാണ് നല്ലത് എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം ഇത്തരത്തിൽ നീചമായിട്ട് ഇത്രയും കാലം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ തീരുമാനം ഒരു രാജ്യമാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും ഒക്കെ എടുക്കും. ഇനി അവസാനം വരെ യുദ്ധം ചെയ്യുക, ആ തീരുമാനത്തിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയും ജനങ്ങളും കോൺഗ്രസും ഒക്കെ എതിരായിട്ടും ഇസ്രായേലിന് വേണ്ടി ചെയ്ത യുദ്ധം ഇപ്പോൾ ഇസ്രായേലും ഇല്ല. ഈ അവസ്ഥയിൽ ഈ യുദ്ധം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഉക്രൈനെ കരുവാക്കാനും അവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഉക്രൈൻ ഇറാൻ്റെ കപ്പലുകൾ ആക്രമിക്കുന്നു. പക്ഷേ അതേസമയം ഇറാൻ ഇപ്പോൾ വ്യാപകമായ തോതിൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഈജിപ്ഷ്യൻ തീരത്ത് വെച്ചിട്ട് ഒരു അമേരിക്കൻ എണ്ണ കപ്പലിനെ ഇറാൻ ആക്രമിച്ചു. പക്ഷേ ഈ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും എല്ലാം പരിണിത ഫലം എന്ന് പറഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥ കോവിഡ് കാലത്തിന് ശേഷം വളരെ മോശമായ അവസ്ഥയിലാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ക്ഷാമവും ഒക്കെ നിലവിലുണ്ട്. യൂറോപ്പിലാണെങ്കിൽ ഇപ്പോൾ ഒരു കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ്, സ്പെയിനിലും ഫ്രാൻസിലുമൊക്കെ. അപ്പോൾ ഈ രീതിയിൽ അങ്ങേയറ്റം ദുർബലമായി നിൽക്കുന്ന ലോക സാമ്പത്തിക വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കാനാണ് ഈ യുദ്ധം സഹായിക്കുക. അങ്ങനെ ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ അത്തരത്തിലുള്ളൊരു തകർച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കയായിരിക്കും. കാരണം അമേരിക്കയുടെ വ്യാപാര കുത്തകയും അമേരിക്കയുടെ മാർക്കറ്റുകളൊക്കെയാണ് ഇപ്പോൾ തകരാൻ പോകുന്നത്. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടാവാൻ പോകുന്ന വലിയ തോതിലുള്ള ക്ഷാമത്തിനും ദാരിദ്ര്യത്തിനുമൊക്കെ ഉത്തരം പറയേണ്ട ഒരാൾ ട്രംപ് എന്ന ഈ വിഡ്ഢിയായ പ്രസിഡൻ്റായി മാറും.